പോർഷെ വേറൊരു എഞ്ചിൻ സിലിണ്ടർ അറേഞ്ച്മെന്റും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ബോക്സർ എഞ്ചിൻ. ഒരു ക്രാങ്ക് ഷാഫ്റ്റിന്റെ രണ്ട് സൈഡിലുമായി സിലിണ്ടേഴ്സിനെ ഓപ്പോസിറ്റായി അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ബോക്സർ എഞ്ചിൻ. പോർഷെ മാത്രമല്ല, സുബരു, ടൊയോട്ടയൊക്കെ ബോക്സർ എഞ്ചിൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ പോർഷയുടെ കെയ്മാൻ 718, സ്പൈഡർ, ബോക്സ്റ്റർ ഇതിനൊക്കെ അന്യായ ഫാൻ ബേസ് ആണ്. ഇനി ബുഗാട്ടി എന്ന് കേൾക്കുമ്പോൾ ചിലരുടെയൊക്കെ മനസ്സിലേക്ക് എത്തുന്ന ഒരു റെയർ എഞ്ചിൻ ടൈപ്പ് കൺഫിഗറേഷനാണ് ഡബ്ല്യു ടൈപ്പ്. ഈ എഞ്ചിൻ ഡബ്ല്യു ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ബുഗാട്ടി വെയ്റോൺ, ഷിറോൺ, കൂടാതെ ബെന്റ്ലി കോണ്ടിനെന്റൽ GT, മെഴ്സിഡസ് ബെൻസിന്റെ ഫോർമുല 1 ലെജൻഡ് കാറായ W125, പിന്നെ നമ്മുടെ പഴയ ഷെർമൻ ടാങ്കുകളിലൊക്കെയാണ് ഈ ഒരു എഞ്ചിൻ കണ്ടുവന്നിരുന്നത്. ഫൈനലി നമ്മൾ പരിചയപ്പെടുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ തന്നെ ഞെട്ടിച്ച റോട്ടറി എഞ്ചിൻസ് അല്ലെങ്കിൽ ഒരു വാങ്കിൾ എഞ്ചിനെ പറ്റിയാണ്. ഈ എഞ്ചിനുകളിൽ പിസ്റ്റണിന് പകരം ഒരു ട്രയാങ്കുലർ റോട്ടറാണ് വരുന്നത്. മസ്ത എന്ന ജാപ്പനീസ് ബ്രാൻഡാണ് ഈ ടൈപ്പ് എഞ്ചിനുകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. ഇതിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു മോഡലാണ് മസ്തയുടെ RX-8.